പോലീസിനെതിരെ ഭീഷണി പ്രസംഗവുമായി CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി. മാന്യത വിട്ടു പെരുമാറിയാൽ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടുമെന്നാണ് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ പ്രസംഗം. ED ആക്രമിച്ചത് സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണെന്നും EN സുരേഷ് ബാബു പറയുന്നുണ്ട്. ഇവിടെ ഒരു നോർത്തിൽ ഒരു CI ഉണ്ട്. അവന് വല്ലാത്ത ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും കമ്മ്യൂണിസ്റ്റുകാരോടും കാണിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് താക്കീതായി പറയാനുള്ളത്. മാന്യതയാണെങ്കിൽ അധിക മാന്യത കാണിക്കുന്നവരാ ഞങ്ങൾ. മാന്യത വിട്ടാൽ നിന്റെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടും ഞങ്ങൾ. അതിലൊന്നും യാതൊരു പേടിയും വേണ്ട. കേരളത്തിലെ VD സതീശന്റെയും BJPയുടെ സഹായത്തോടുകൂടി നിങ്ങൾ എന്ത് പേക്കൂത്ത് നടത്തും എന്നതിന്റെ തെളിവാണ് സഖാവ് പിണറായിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. ED ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് വിലാപിക്കുകയാണ് ഇപ്പോ രമേശ് ചെന്നിത്തലയും കോൺഗ്രസും ഒക്കെ. ഇതിപ്പോ ഒരു സാമ്പിൾ വെടിക്കെട്ടല്ലേ? ഇതിന്റെ അപ്പുറമുള്ള നല്ല പൂരം കാണാനല്ലേ പോവുള്ളൂ. ഞങ്ങൾക്ക് ED ഇല്ല, ഒരു ചുക്കുമില്ല. ഇവിടെ ഒരു നോർത്തിൽ ഒരു CI. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷാരിഖ്, കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ വസതികളിലടക്കം നടന്ന ED റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFന്റെ പ്രതിഷേധ യോഗങ്ങൾ എല്ലായിടങ്ങളിലും ചേരുന്നുണ്ട്. അതിന്റെ ഭാഗമായി നടത്തിയ അത്തരമൊരു പ്രതിഷേധ യോഗത്തിലാണ് ഇങ്ങനൊരു ഭീഷണി പ്രസംഗം EN സുരേഷ് ബാബുവിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടതാണ് പാലക്കാട് അവിടെ UDFന്റെ വിജയാഘാതം നടന്ന ദിവസം അവിടെ പോലീസുമായി ഉണ്ടായ സംഘർഷവും CPM നേതാക്കളും നേർക്കുനേർ വന്ന വിഷ്വൽസൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ ഒരാളെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് EN സുരേഷ് ബാബു സംസാരിക്കാനുള്ള സാഹചര്യം? ഷാരിഖ്. പ്രജിൻ, ഇന്നലെ വൈകിട്ട് പാലക്കാട് കോട്ടമൈതാനത്തെ 5 വിളക്കിന് സമീപത്ത് നടന്ന പ്രതിഷേധ യോഗത്തിലാണ്, LDFന്റെ പ്രതിഷേധ യോഗത്തിലാണ് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഇത്തരത്തിൽ പോലീസിനെതിരെ ഭീഷണി പ്രസംഗവുമായി രംഗത്തെത്തിയത്. പ്രസംഗത്തിലുടനീളം പോലീസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് EN സുരേഷ് ബാബു പ്രസംഗിച്ചത്. അതായത് കഴിഞ്ഞ ഈ UDFന്റെ ആഹ്ലാദ പ്രകടന ദിവസം, അതായത് ഫലപ്രഖ്യാപനം വന്ന അന്ന് വൈകിട്ട് നടന്ന ആഹ്ലാദ പ്രകടന ദിവസത്തിൽ ഈ പോലീസും അതുപോലെ തന്നെ CPIM പ്രവർത്തകരും അതുപോലെ തന്നെ DYFI പ്രവർത്തകരും തമ്മിലൊക്കെ ഏറ്റുമുട്ടലുണ്ടായി. കഴിഞ്ഞ ദിവസം നടന്ന SFIയുടെ പ്രതിഷേധ പ്രകടനത്തിനിടെയും ഇത്തരത്തിൽ പോലീസും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ടൗൺ നോർത്ത് ഇൻസ്പെക്ടർക്കെതിരെ ഇത്തരത്തിൽ ഭീഷണി പ്രസംഗവുമായി EN സുരേഷ് ബാബു രംഗത്തെത്തിയത്. അദ്ദേഹം വല്ലാതെ ചൊറിയുന്നുണ്ട്. ഇനിയും ചൊറിഞ്ഞു കഴിഞ്ഞാൽ LDF പ്രവർത്തകരുടെ മേലെ അതുപോലെ തന്നെ CPIM പ്രവർത്തകരുടെ മേലെ ഇനിയും വല്ലാതെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടും എന്നുള്ള ഉൾപ്പെടെയുള്ള ഭീഷണി പ്രസംഗവുമായാണ് ഇത്തരത്തിൽ EN സുരേഷ് ബാബു പ്രസംഗം നടത്തിയിട്ടുള്ളത്. അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതികളിൽ ED പരിശോധന നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആകമാനം ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് പാലക്കാട് LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും അതുപോലെ തന്നെ അതിനുശേഷം പ്രതിഷേധ യോഗവും ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുമ്പോഴാണ് EN സുരേഷ് ബാബു ഇത്തരത്തിൽ ഭീഷണി പ്രസംഗവും നടത്തിയിരുന്നത്. കഴിഞ്ഞ ഒരു ഇതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു സമരത്തിനിടയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം വിപിനും ഇത്തരത്തിൽ പോലീസിന്റെ പേരെടുത്ത് പറഞ്ഞ ഭീഷണി മുഴക്കിയിരുന്നു. അതിൽ വിപിനെതിരെ കേസ് എടുത്തിരുന്നു. ആ ഒരു പശ്ചാത്തലമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ പോലീസിന് ആകമാനം ടാർഗറ്റ് ചെയ്തുകൊണ്ട് SFI പ്രവർത്തകരും അതുപോലെ തന്നെ DYFI പ്രവർത്തകരും അതുപോലെ തന്നെ CPIMന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഇത്തരത്തിൽ പോലീസിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ തസ്തികയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നത്, ഇത്തരത്തിൽ ഭീഷണി പ്രസംഗം നടത്തുന്നത്. പ്രജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.